മലയാള സിനിമയുടെ നായക സങ്കല്പത്തെ തിരുത്തിയെഴുതിയ മഹാനടനാണ് ഭരത് ഗോപി. അരങ്ങിൽ നിന്ന് വെള്ളിത്തിരയിലെത്തി ഭരത് പുരസ്കാരം വരെ മലയാളത്തിനായി നേടിയ ആ നടന വൈഭവം കൊടിയിറങ്ങിയിട്ട് വർഷം 17. ഭരത് ഗോപി അഭിനയിക്കുകയും ജീവിക്കുകയും ചെയ്ത കഥാപാത്രങ്ങൾ മലയാളി മനസ്സിൽ ഇന്നും മായാതെ നിൽപ്പുണ്ട്. കഥാപാത്രങ്ങളെ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചാണ് ഭരത് ഗോപി മലയാള സിനിമയുടെ ഭാഗമായത്. 70കളുടെ അവസാനത്തിലും 80കളുടെ ആദ്യവും മലയാള ചലച്ചിത്രവേദിയുടെ മാറ്റത്തിന്റെ മുഖമായിരുന്നു വി ഗോപിനാഥൻ നായർ എന്ന ഗോപി. കൊടിയേറ്റത്തിലെ ശങ്കരൻകുട്ടിയും അപ്പുണ്ണിയിലെ അയ്യപ്പൻ നായരും കാറ്റത്തെ കിളിക്കൂടിലെ ഷേക്സ്പിയർ കൃഷ്ണപിള്ളയും അടക്കം ഓരോ കഥാപാത്രത്തെയും കാണുമ്പോൾ അത്തരം ഛായയുള്ള ഒരാൾ അത് അയാൾ മാത്രമാണെന്ന് തോന്നിപ്പോകും. നടനിലെ വ്യക്തി മാറി നിൽക്കുകയും നടൻ കഥാപാത്രത്തിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്യുന്ന മാന്ത്രികത്വം നമുക്ക് ഭരത് ഗോപിയിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ ആൽത്തറമൂട് കൊച്ചുവീട്ടിൽ വേലായുധൻ പിള്ളയുടെ 4 മക്കളിൽ ഇളയവനായി 1936 നവംബർ 8 ജനനം. 10 വയസ്സിലെ അഭിനയ ജീവിതം തുടങ്ങി. 1956 1ാം വർഷ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ധനുവച്ചപുരം സ്കൂളിൽ നടന്ന ലേബർ ക്യാമ്പിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഞാനൊരു അധികപ്പറ്റ് എന്ന നാടകത്തിലെ ദാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും BSc പാസ്സായതിനു ശേഷം കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച ഭരത് ഗോപിയുടെ യാത്ര നിത്യവും ട്രെയിനിലായിരുന്നു. ഇക്കാലത്താണ് G ശങ്കരപിള്ളയെ പരിചയപ്പെടുന്നത്. യാത്രയിലുടനീളം നാടകത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ഈ ബന്ധത്തിന്റെ ഫലമായാണ് ചിറയൻകീഴിൽ പ്രസാധന ലിറ്റിൽ തിയേറ്റർ പിറവിയെടുത്തത്. 1960 ആരംഭിച്ച പ്രസാധന 1973 വരെ പ്രവർത്തനം തുടർന്നു. ഭരത് ഗോപി ആയിരുന്നു മിക്ക നാടകങ്ങളിലും മുഖ്യവേഷക്കാരൻ. 1972 വിക്രമൻ നായർ ട്രോഫിക്ക് വേണ്ടി നടത്തിയ നാടക മത്സരത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ പ്രതിനിധാനം ചെയ്ത് ശ്രീരംഗം വിക്രമൻ നായരുടെ ശൂന്യം 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 എന്ന നാടകവുമായി മത്സരവേദിയിലെത്തിയ ഇദ്ദേഹത്തിന് 2ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. കാവാലം നാരായണപ്പണിക്കരുടെ തിരുവരങ്ങ് എന്ന നാടക സമിതിയുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഭരത് ഗോപിയെ നാടകരംഗത്ത് കൂടുതൽ ശ്രദ്ധേയനാക്കി. പല ദേശീയ നാടകോത്സവങ്ങളിലും തിരുവരങ്ങിന്റെ നാടകങ്ങളിലെ നടനായി വേദിയിലെത്തിയ ഇദ്ദേഹം പ്രേക്ഷകരുടെ പ്രശംസ നേടിയിരുന്നു. സാമുവൽ ബെക്കറ്റിന്റെ വിഖ്യാതമായ ഗോദോയക്കാത്ത് എന്ന നാടകം അടൂർ ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചപ്പോൾ അതിൽ എസ്ട്രഗോൺ എന്ന കഥാപാത്രമായി വേഷമിട്ടത് ഭരത് ഗോപിയായിരുന്നു. നാടകാഭിനയത്തിന് പുറമെ രചന, സംവിധാനം എന്നീ മേഖലകളിലും ഭരത് ഗോപി ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കുട്ടികളുടെ നാടകം ഉൾപ്പെടെ 5 നാടകങ്ങൾ എഴുതുകയും 3 സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള പരിചയമാണ് ഭരത് ഗോപിയെ ചലച്ചിത്ര രംഗത്ത് എത്തിക്കുന്നത്. സിനിമാ അഭിനയത്തിൽ തൽപരനായിരുന്നില്ലെങ്കിലും അടൂരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വയംവരം എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തത്. 1972 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ തൊഴിൽ രഹിതനായ ചെറുപ്പക്കാരന്റെ വേഷമായിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചത്. 1978 അടൂരിന്റെ തന്നെ കൊടിയേറ്റം എന്ന സിനിമയിൽ നായകനായി വേഷമിട്ടു. കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാ നടനുള്ള ഭരത് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ആ ചിത്രത്തിൽ ലോറി ഡ്രൈവറുടെ സഹായിയായ ശങ്കരൻകുട്ടിയായി വന്ന ഗോപി ലാളിത്യം നിറഞ്ഞ അഭിനയ രീതിയിലൂടെ ആ കഥാപാത്രത്തെ മലയാളികളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചു. അതോടെ കൊടിയേറ്റം ഗോപി എന്ന് ലോകം സ്നേഹത്തോടെ ഗോപിയെ വിളിച്ചു തുടങ്ങി. നായകന്റെ വേഷത്തിൽ നിന്നും വില്ലനായിട്ടാണ് അടുത്ത ചിത്രമായ തമ്പിൽ ഗോപി എത്തിയത്. ഭരത് ഗോപിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു KG ജോർജിന്റെ യവനികയിലെ തബലിസ്റ്റ് അയ്യപ്പൻ. KG ജോർജിന്റെ തന്നെ ആദാമിന്റെ വാരിയലിലും ഭരത് ഗോപിയുടെ മികവുറ്റ അഭിനയ മുഹൂർത്തങ്ങൾക്ക് മലയാളം സാക്ഷിയായി. രേവതിക്കൊരു പാവക്കുട്ടി, എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് തുടങ്ങിയ ചിത്രങ്ങളിൽ പിതാവിന്റെ സ്നേഹത്തെ തനത് ശൈലിയിൽ അവതരിപ്പിക്കാനും ഭരത് ഗോപിക്ക് കഴിഞ്ഞു. നായക വേഷങ്ങളുടെ ഇമേജ് ഒരിക്കലും നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഭരത് ഗോപിയെ വിലക്കിയില്ല. സ്വയംവരത്തിലെ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളി ഫാക്ടറിയുടെ പടിക്കൽ നിശബ്ദമെങ്കിലും വാചാലമായി തന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകനോട് നിശബ്ദതയുടെ ഭാഷയിൽ നിരന്തരം സംസാരിക്കുന്ന ആ തൊഴിൽ രഹിതന്റെ വേഷം ഏതാണ്ട് 3 സീനുകളിലേയുള്ളൂ. ഭരത് ഗോപിയുടെ ഭാഷയിൽ പൊള്ളുന്ന ഒരാശയത്തിന്റെ പ്രകാശനമാണ് നിർവഹിക്കുന്നത്. ആ നിൽപ്പ് അതിവാചാലമായൊരു പ്രസ്താവനയാണ്. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരധ്യായമാണ്. ആ നിശബ്ദനായ തൊഴിൽ രഹിതനിൽ നിന്ന് പഞ്ചവടിപ്പാലത്തിലെ കാർട്ടൂൺ കഥാപാത്രമായ ദുശാസനക്കുറിപ്പിലേക്കുള്ള കൂടുമാറ്റം ഒരു അഭിനേതാവിന്റെ സർഗാത്മകമായ പകർച്ച
പകർന്നാട്ടത്തിന്റെ സത്യവാങ്മൂലമാണ്. ദുശാസനക്കുറിപ്പ് ഇടയ്ക്കിടെ മുറുക്കാനായി പാക്ക് ചെറുക്കുന്നത് ഗംഭീരമായി ടൈമിങ്ങോടെ ഫലിപ്പിക്കുന്നത് കാണുമ്പോൾ നടൻ കഥാപാത്രത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യമാകും. കലാത്മകമായി കലഹിച്ചും സെല്ലുലോയിഡിലെ ഉടലളവുകളെ തിരസ്കരിച്ചും സിനിമയിലും നാടകത്തിലും ഭരത് ഗോപി പകർന്ന അഭിനയത്തിന്റെ ആഴങ്ങൾ അത്രമാത്രം അർത്ഥവത്തായ ശ്രമങ്ങളായിരുന്നു. നാടകം അഭിനയത്തിന്റെ നൈരന്തര്യമായ ആവിഷ്കാരമാണ്. സിനിമയാകട്ടെ സാങ്കേതികമായി അതിന്റെ വിച്ഛേദത്തിലൂടെയാണ് പുരോഗമിക്കുന്നത്. അടിസ്ഥാനപരമായ ഈ കലാബോധത്തെ ഉൾക്കൊണ്ട് അരങ്ങിലും സെല്ലുലോയിഡിലും ഒരുപോലെ ആവിഷ്കാരം നടത്തിയ അധികം നടന്മാരെയൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അഭിനയത്തിന്റെ മികവ് മലയാളത്തിന്റെ പുറത്തേക്ക് ഭരത് ഗോപിയെ കൊണ്ടുപോയി. ഗോവിന്ദ് നിഹാലിനിയുടെ അഗ്ഹാത് എന്ന ഹിന്ദി ചിത്രത്തിലും ഗോപി അഭിനയത്തിൽ മാത്രമല്ല സിനിമാ നിർമ്മാണത്തിലേക്ക് തിരിയാൻ ഭരത് ഗോപിയെ പ്രേരിപ്പിച്ചത് ഭരതനുമായുള്ള സൗഹൃദമായിരുന്നു. ഭരതന്റെ പാഥേയം നിർമ്മിച്ചാണ് ഭരത് ഗോപി നിർമ്മാതാവിന്റെ മേലങ്കി ആദ്യമായി അണിഞ്ഞത്. 2008 ജനുവരി 24-ന് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഭരത് ഗോപി 5 ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 29-ന് ഉച്ചകഴിഞ്ഞ് മരിച്ചു. 71 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടം വൈദ്യുത ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. ജയലക്ഷ്മിയാണ് ഭരത് ഗോപിയുടെ ഭാര്യ. മുരളി ഗോപി, ഡോക്ടർ മീനു എന്നിവരാണ് മക്കൾ.